കഴിഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ മാറ്ററിൽ നിന്നും അറ്റോമിക് കോൺസെപ്റ്റിലേക്ക് വന്നത് എന്ന് കണ്ടു. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി അന്നുണ്ടായിരുന്ന പല ധാരണകളെയും മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സയൻസ് അതിൻ്റെ പ്രോഗ്രസ് തുടർന്നുകൊണ്ടേയിരുന്നു. എസ്പെഷ്യലി 19th സെഞ്ച്വറിയിൽ ഉണ്ടായ അതിൻ്റെ പകുതി വഴിക്കുണ്ടായ പല കണ്ടുപിടുത്തങ്ങളും ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ പലതും തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഡാൾട്ടൺ പറഞ്ഞ ഇൻഡിവിസിബിൾ നേച്ചർ ഓഫ് ആറ്റം. ആറ്റം ഇൻഡിവിസിബിൾ ആണ് എന്ന് ഡാൾട്ടൺ പറഞ്ഞു വയ്ക്കുമ്പോൾ പിന്നീടുണ്ടായ പല എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസും ആറ്റം ഇൻഡിവിസിബിൾ അല്ലെന്നും അതിന് ഉള്ളിലും സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടായേക്കാം എന്നുമുള്ള ചില സൂചനകൾ നൽകി. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ആറ്റത്തിനുള്ളിൽ എന്തെങ്കിലും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടത്, അതെങ്ങനെയൊക്കെയാണ് ആറ്റത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചില ആറ്റം മോഡൽസുകൾ വഴിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും കാണാൻ പോകുന്നത്. സോ നമുക്ക് കാണാം എങ്ങനെയാണ് ആറ്റത്തിനുള്ളിലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന്. സോ വെൽക്കം ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, CuRhIOUS CHeMI. This is Abdul Qayyum. 19th സെഞ്ച്വറിയിൽ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായി. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സും അതുപോലെ തന്നെ ഒബ്സർവേഷൻസിനും ഒരുപാട് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൈക്കൽ ഫാരഡയുടെ ഇലക്ട്രോ കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. ഇത്തരം ഇലക്ട്രോ കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സിൽ നിന്നും സയൻസിലെ നമ്മുടെ മാറ്ററിലെ ഡെഫിനിറ്റീവ് നേച്ചർ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരുന്നു. 1850-ൽ ചില സയൻറ്റിസ്റ്റുമാർ ഒരു പ്രത്യേകതരം എക്സ്പെരിമെൻ്റ് നടത്തി. അവർ ഒരു ട്യൂബ് എടുത്തു. അതിൽ 2 മെറ്റൽ പ്ലേറ്റുകൾ വെച്ചു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 മെറ്റൽ പ്ലേറ്റുകൾ വെച്ചു. എന്നിട്ട് ഈ ട്യൂബിനെ ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് ഇവാക്വേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ട്യൂബിനുള്ളിൽ എന്തെങ്കിലും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ പാർഷ്യലി റിമൂവ് ചെയ്തു. എന്നിട്ട് ഈ ട്യൂബിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഈ ട്യൂബിലെ 2 മെറ്റൽ പ്ലേറ്റുകളിൽ ഒന്നിനെ കാഥോഡും മറ്റൊന്നിനെ ആനോഡും എന്നാണ് വിളിക്കുന്നത്. അതായത് നെഗറ്റീവ് ചാർജ് പൊട്ടൻഷ്യലിൽ നിന്നും അപ്ലൈ ചെയ്തതിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജ് അപ്ലൈ ചെയ്തതിനെ ആനോഡ് എന്നും വിളിക്കുന്നു. അപ്പോൾ അവർക്ക് അപ്പോൾ നിലവിൽ അങ്ങനെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ ആനോഡിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി. എന്നിട്ട് ഇതേ എക്സ്പെരിമെൻ്റ് വീണ്ടും ചെയ്തു. ആനോഡിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ട്യൂബിനുള്ളിൽ തന്നെയായി അവർ ഒരു സിങ്ക് സൾഫൈഡ് പ്ലേറ്റും വെച്ചു. സിങ്ക് സൾഫൈഡ് ഒരു ഫോസ്ഫോറസെൻ്റ് മെറ്റീരിയലാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ വന്ന് അതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ പാർട്ടിക്കിൾ വന്നോ ഒരു ചാർജ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ഇല്ലുമിനേറ്റ് ചെയ്യും. അതിൽ അത് ചെറുതായി ഗ്ലോ ചെയ്യും. അതിനെ ഡിറ്റക്ടർ എന്നാണ് ഇവിടെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു സിങ്ക് സൾഫൈഡിൽ ചില സ്പോട്ടുകൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. ഈ എക്സ്പെരിമെൻറ്റിനെയാണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. എടുത്തത് ഒരു ട്യൂബ്. ആ ട്യൂബിൽ 2 മെറ്റൽ പ്ലേറ്റുകൾ. ഈ ട്യൂബിനെ പാർഷ്യലി ഇവാക്വേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് വളരെ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഈ ട്യൂബിലുള്ളൂ നിലവിൽ, ട്യൂബിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ആനോഡിന് തൊട്ടു പിന്നിലുള്ള ഒരു ഫോസ്ഫോറസെൻ്റ് സ്ക്രീനിൽ ചില സ്പോട്ടുകൾ വന്നിരിക്കുന്നു. സയൻറ്റിസ്റ്റുമാർ അന്ന് ചിന്തിച്ചു, എന്തോ ഒരു നെഗറ്റീവ് ചാർജ് കാഥോഡിൽ നിന്നും നേരെ തിരിച്ച് ആനോഡിലേക്കും ആനോഡിൽ നിന്ന് ഈ ഹോളിലൂടെ ഈ ഫോസ്ഫോറസെൻ്റ് സ്ക്രീനിലും വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അവർ ഈ നെഗറ്റീവ് ചാർജിന് ഇലക്ട്രോണുകൾ എന്നാണ് വിളിച്ചത്. ഈ ഒരു എക്സ്പെരിമെൻ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പല സയൻറ്റിസ്റ്റുമാരും ചെയ്തു. അവർ നടത്തിയ ഒരു ഒബ്സർവേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറൈസ് ചെയ്യുന്നത് കാഥോഡിൽ നിന്നും അത് എൻഡ് ചെയ്യുന്നത് ആനോഡിലേക്കുമാണ്. ആനോഡിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയത് വഴിയാണ് അത് അപ്പുറത്തുള്ള ഡിറ്റക്ടറിൽ വന്ന് പതിക്കാനുള്ള കാരണം. അതാണ് ഒന്നാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഈ ഫോസ്ഫോറസെൻ്റ് സ്ക്രീനിൽ ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
മൂന്നാമത്തെ കാര്യം, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആബ്സെൻസിൽ ഈ റേസ്, ഇതിന്റെ ഈ പാർട്ടിക്കിൾ പോകുന്ന ആ ഒരു പാത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അവർ ഡിഫറെന്റ് മെറ്റൽസ് കാഥോഡുകൾ എടുത്തു. ഈ ട്യൂബിനുള്ളിലെ ഗ്യാസിനെ അവർ വേരി ചെയ്തു. എന്നിട്ടും അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ വളരെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതായത് നമ്മൾ മെറ്റൽ പ്ലേറ്റ് മാറ്റിയത് കൊണ്ടോ ഗ്യാസ് മാറ്റിയത് കൊണ്ടോ ഒന്നും തന്നെ ഈ പാർട്ടിക്കിൾസിന്റെ നേച്ചർ മാറുന്നില്ല. പൊതുവെ ഒരു നെഗറ്റീവ് ചാർജാണ് ഈ പാർട്ടിക്കിൾസിന് എന്ന് മനസ്സിലാക്കി അവർ അതിന് ഇലക്ട്രോൺ എന്ന് പേരിട്ടു. കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് 1897 ഈ എക്സ്പെരിമെന്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് പരീക്ഷിച്ചു നോക്കി. അദ്ദേഹം ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡും എടുത്തു. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് എടുത്തു. ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ പറയുന്ന ബീമിന് പെർപെൻഡിക്കുലറായി അപ്ലൈ ചെയ്തു. അതായത് രണ്ട് മെറ്റൽ പ്ലേറ്റ് എടുത്തു, ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മെറ്റൽ പ്ലേറ്റ്, അതിലേക്ക് ഒരു സ്പെഷ്യൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കി പെർപെൻഡിക്കുലറായി. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനും വെച്ചിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തു, റേസ് ഉണ്ടായി, കാഥോഡിൽ നിന്നും ആനോഡിലേക്കും അത് പിന്നീട് ഫോസ്ഫോറസിന്റെ സ്ക്രീനിലും വന്ന് ഹിറ്റ് ചെയ്തു. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എന്ന് വെച്ചാൽ, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കാരണം ഡീവിയേറ്റ് ചെയ്തു പോകുന്നതായി അദ്ദേഹം കണ്ടെത്തി. അതായത് ഈ പോസിറ്റീവ് സൈഡിലേക്കാണ് അത് കൂടുതലായി ഡീവിയേറ്റ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായി വെച്ചപ്പോഴും അദ്ദേഹം ഇതുപോലൊരു ഡീവിയേഷൻ കണ്ടെത്തി. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത് കൂട്ടുമ്പോൾ ഈ ഡീവിയേഷൻ കൂടുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രൈമറി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കൃത്യമായ സ്ട്രെങ്ത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീം കൃത്യമായി ഒരു ഡീവിയേഷനുമില്ലാതെ നിങ്ങൾ കാണുന്നത് പോലെ ഫോസ്ഫോറസിന്റെ സ്ക്രീനിൽ ബിയിൽ പോയിട്ട് അത് ഹിറ്റ് ചെയ്യുന്നതായിട്ടും കാണാം. അദ്ദേഹം അങ്ങനെ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ചാർജ് ബൈ മാസ് റേഷ്യോ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയ ചാർജ് ബൈ മാസ് റേഷ്യോ 1.75 10⁻11 കുളോം പെർ കിലോഗ്രാം ആണ്. അതായത് ഒരു കിലോഗ്രാം ഇലക്ട്രോൺസിൽ 1.75 × 10⁻11 കുളോം ചാർജ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. 1897 ജെ തോംസൺ ഇലക്ട്രോണിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് R. A. മില്ലിഗൻ എന്ന മറ്റൊരു സയന്റിസ്റ്റ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. 1906-14 ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ തന്റെ ദീർഘമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്നത്. അദ്ദേഹം കുറച്ച് ഓയിൽ എടുത്തു. ഈ എക്സ്പെരിമെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഈ എക്സ്പെരിമെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. അദ്ദേഹം കുറച്ച് ഓയിൽ എടുത്തു. ആ ഓയിൽ ഒരു ആറ്റമൈസർ ഉപയോഗിച്ച് ഒരു സ്പ്രേ ആയി കൺവേർട്ട് ചെയ്തു. അപ്പോൾ വളരെ സ്മോൾ സൈസുള്ള കുറേയധികം മിസ്റ്റ് ഫോമിലുള്ള ഒരു ഓയിലായി അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതിനെ അദ്ദേഹം ഒരു ടൈനി ഹോളിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടത്തിവിട്ടു. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സ് ആണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള പ്ലേറ്റ്സ് ആണ്. അതിലേക്ക് കടത്തിവിട്ടാൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഒന്നായിരിക്കുകയാണ്, അതിനു മുകളിലൂടെ ഈ പറയുന്ന ഓയിൽ ഡ്രോപ്സ് അദ്ദേഹം കടത്തിവിടുകയാണ് ഉണ്ടായത്. അതാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അങ്ങനെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ഓയിൽ ഡ്രോപ്സ് മുകളിൽ നിന്നും താഴേക്ക് ഇത് വീഴും അല്ലെ? അങ്ങനെ വീഴുന്നത് അദ്ദേഹം ഒരു ടെലിസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒരു ഓയിൽ ഡ്രോപ്പ് എപ്പോൾ വീഴും എന്നുള്ളത് അദ്ദേഹത്തിന് ഈ ടെലിസ്കോപ്പിലൂടെ കണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ അദ്ദേഹം വേറൊരു എക്സ്റേ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചേംബറിന്റെ ഉള്ളിലെ ഈ പറയുന്ന ഓയിൽ ഡ്രോപ്സിനെ ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സിനുള്ളിൽ നിന്ന് കുറേ ചാർജ്ഡ് ഡ്രോപ്സ് ഉണ്ട്. അത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഇതിന്റെ ഈ ഒരു ഫോൾ എന്ന് പറയുന്നത് ആണ് മില്ലിഗൻ ഒബ്സർവ് ചെയ്യുന്നത്.
മില്ലിഗൻ ഒബ്സർവ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. ഈ ചാർജ്ഡ് പ്ലേറ്റ്സിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഓയിൽ ഡ്രോപ്സിന്റെ ഫോൾ, അതിന്റെ ആക്സിലറേഷൻ, അതൊന്നുമില്ലെങ്കിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ അതിനെ റീടാർഡ് ചെയ്യിക്കാം, ഈവൺ ആ ഓയിൽ ഡ്രോപ്സിനെ സ്റ്റേഷനറി പൊസിഷനിൽ നിർത്തുക വരെ ചെയ്യാം. അങ്ങനെയാണ് മുള്ളിക്കൻ ഇലക്ട്രോൺസിന്റെ ചാർജ് കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തിയ ഇലക്ട്രോണിന്റെ ചാർജ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കുളോം ആണ്. സാധാരണഗതിയിൽ ഇലക്ട്രോണിനെ ഒരു മൈനസ് ചാർജ് ആയിട്ടാണ് രേഖപ്പെടുത്താറുള്ളത്, അതായത് -1.6 × 10⁻⁻19 കുളോം. അപ്പോൾ ഈ ചാർജ് ഓഫ് ഇലക്ട്രോണിനെ നേരത്തെ ജെ തോംസൺ കണ്ടെത്തിയ ചാർജ് ബൈ മാസ് റേഷ്യോയിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിന്റെ മാസും കിട്ടും. അപ്പോൾ അത് 9.1 × 10⁻⁻31 കിലോഗ്രാം ആയി കിട്ടിയിട്ടുണ്ട്. നോക്കൂ എത്ര ചെറിയ മാസാണ് ഇലക്ട്രോണിൻ്റെത് എന്ന്. ഇലക്ട്രോണിന്റെ ഡിസ്കവറിക്ക് ശേഷവും സയന്റിസ്റ്റുമാർ അവരുടെ എക്സ്പെരിമെന്റ് കാഥോഡ് റേ ട്യൂബിൽ മോഡിഫൈ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആനോഡ് റേ ട്യൂബ് എന്നത്. അതായത് നേരത്തെ ആനോഡിൽ ചെറിയ ഒരു സുഷിരമുണ്ടാക്കി അതിന്റെ പിന്നിൽ ഡിറ്റക്ടർ വെച്ചപ്പോഴാണല്ലോ അവർക്ക് ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഇതേ എക്സ്പെരിമെന്റ് അവർ ഒരു കാഥോഡ് എടുത്ത്, അതൊരു പെർഫോറേറ്റഡ് കാഥോഡ് ആയിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഷിരങ്ങളുള്ള ടൈനി ഹോൾസ് ഉള്ള കാഥോഡ്, എന്നിട്ട് പിന്നൊരു ഡിറ്റക്ടർ വെച്ചു, എന്നിട്ട് അവർ ആ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് കാഥോഡിന് പിറകിലുള്ള ഡിറ്റക്ടറിൽ ഒരുപാട് സ്പോട്ടുകൾ കാണാൻ കഴിഞ്ഞു, ഗ്ലോ ചെയ്യുന്ന സ്പോട്ടുകൾ കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണത്? അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് പോയതുപോലെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണുകൾ മാത്രമല്ല, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള എന്തോ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. സത്യത്തിൽ എന്തായിരുന്നു അതിന് പ്രധാന ഒരു കാരണമായിട്ടുള്ളത്? എന്തായിരുന്നു ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇലക്ട്രോണുകൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു പ്രോസസ്സ് ഇവിടെയും നടക്കുന്നുണ്ട്. ഇവിടുത്തെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എല്ലാം സെയിം തന്നെയാണ്. ഒരു ഡിസ്ചാർജ് ട്യൂബ്, അതിൽ പാർഷ്യലി ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് മാത്രമുള്ള ഒരു ഡിസ്ചാർജ് ട്യൂബ്, ആ ട്യൂബിൽ 2 മെറ്റൽ പ്ലേറ്റുകൾ, ഒന്നിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും 2 നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുത്തിട്ടുള്ള 2 മെറ്റൽ പ്ലേറ്റുകൾ. ഇതിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തതിന് കാഥോഡ് എന്നും പോസിറ്റീവ് കൊടുത്തതിന് ആനോഡ് എന്നും പറയുന്നു, അല്ലേ? നേരത്തെ എന്നിട്ട് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള കാഥോഡിൽ നിന്നും ഇലക്ട്രോൺസുകൾ ഇജക്റ്റ് ചെയ്തു പോയി, അത് നമ്മൾ ഡിറ്റക്ടറിൽ കണ്ടു. ഇത് ഇവിടെയും നടക്കുന്നുണ്ട്. ഇവിടെയുള്ള വ്യത്യാസം, ഈ കാഥോഡിന് പിറകിൽ തന്നെ നമ്മളൊരു ഡിറ്റക്ടർ വെച്ചപ്പോൾ അവിടെയും കണ്ടു ചില സ്പോട്ടുകൾ എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. തെർമയോണിക് എമിഷൻ എന്നാണ് ഈ പ്രോസസ്സിന്റെ പേര്. അതായത് നമ്മൾ ഹൈ വോൾട്ടേജ് കാഥോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കാഥോഡ് ഫിലമെന്റ്, ആ ഒരു കാഥോഡ് എന്ന് പറയുന്നത് വളരെയധികം ഹീറ്റ് ചെയ്യപ്പെടുകയും ആ എനർജി ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രോണുകൾ വളരെ വേഗത്തിലായിരിക്കും ഈ പാർഷ്യലി ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ട്യൂബിലൂടെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ വളരെ വേഗത്തിൽ, വളരെ വലിയ കൈനറ്റിക് എനർജിയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾ ആ ട്യൂബിലുള്ള ചില ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അതിൽ ആ ഗ്യാസ് മോളിക്യൂൾസിനെ ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഹിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗ്യാസ് മോളിക്യൂൾസ് ഉള്ള ഇലക്ട്രോൺസിനെയും അവ ഇജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസുകൾ പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു. ഈ പോസിറ്റീവ് ചാർജാണ് നേരെ വന്ന് നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അത് പിന്നീട് സുഷിരങ്ങൾ ഉള്ളതിനാൽ നേരെ പോയി ഡിറ്റക്ടറിൽ ഹിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. അന്ന് അതിനെ പ്രോട്ടോൺ എന്നൊന്നും ആരും വിളിച്ചിരുന്നില്ല. ഒരു പോസിറ്റീവ് ചാർജ് വന്ന് ഡിറ്റക്ടറിൽ ഹിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് അന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ കാഥോഡ് റേ ട്യൂബ് ചെയ്ത അതേ എക്സ്പെരിമെന്റ് അവർ ഇവിടെയും ചെയ്തു. അതായത് ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തു, മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തു. എന്നിട്ട് ഇവർ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
ഗ്യാസ് മോളിക്യൂൾസ്, അതായത് ട്യൂബിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലെ ഡീവിയേഷൻ മാറുന്നു. അതായത് ഇലക്ട്രോണിനെ പോലെ ഏത് ഗ്യാസ് മോളിക്യൂൾസ് എടുത്താലും ഏത് കാഥോഡ് എടുത്താലും ഒരേ സ്വഭാവമല്ല തരുന്നത്, മറിച്ച് ഗ്യാസ് മോളിക്യൂൾസിനനുസരിച്ച് ഇതിൻ്റെ മാസ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. മാസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്യാസിൽ നിറച്ചിരിക്കുന്നത് നൈട്രജൻ ആണെങ്കിൽ തരുന്ന മാസും, നൈട്രജന്റെ അയോണിൽ തരുന്ന മാസും, ഹീലിയം ആണെങ്കിൽ അത് തരുന്ന മാസും, ആർഗൺ ആണെങ്കിൽ അത് തരുന്ന മാസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? അതായിരുന്നു സംഭവം. പക്ഷെ അവർക്ക് അന്ന് അതിനെപ്പറ്റി അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ അവർ പറഞ്ഞു ഈ പോസിറ്റീവ് ചാർജിന്റെ മാസ്, അതായത് നേച്ചർ ഒക്കെ ഡിഫറെൻ്റ് ആണ്, അത് ഓരോ മോളിക്യൂൾസിനും അനുസരിച്ച് മാറുന്നുണ്ട് എന്നവർ പറഞ്ഞു. പിന്നീട് അവർ ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് ഇതേ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ഹൈഡ്രജന്റെ അയോൺസ് ആണ്, പോസിറ്റീവ് ചാർജിൽ വെച്ച് ഏറ്റവും കുറവുള്ളത് ഹൈഡ്രജന്റെ മാസാണ് എന്ന ഒരു ധാരണയിൽ അവരെത്തി. അവരതിനെ 1919 പ്രോട്ടോൺ എന്നും വിളിച്ചു. അതായത് ആറ്റത്തിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. ഇലക്ട്രോണിനെ പോലെ പ്രോട്ടോണും ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1932 ചാഡ്വിക് എന്ന സയന്റിസ്റ്റാണ് ന്യൂട്രോണുകൾ കണ്ടെത്തിയത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ തന്നെ വേണ്ടി വരും. നിലവിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല.